ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ സംബന്ധമായ വിഷയം കാളസർപ്പയോഗം എന്നാണ്. കാളസർപ്പയോഗം കൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ചിലവരെ ജാതകത്തിൽ അങ്ങനെ വരും, ഈ യോഗം ഉണ്ടാവും. കാളസർപ്പയോഗം എന്നാണ് എന്നെ പറയുന്നത്. കാളസർപ്പയോഗം ദോഷമുണ്ട്, ഗുണവുമുണ്ട്. ജാതകത്തിൽ രാഹുകേതുക്കൾക്കിടയിൽ സപ്തഗ്രഹങ്ങൾ എല്ലാം നിൽക്കുന്നതാണ് ഈ യോഗം. അതായത് രാഹുകേതുക്കൾക്കിടയിൽ, ഇപ്പോൾ രാഹുകേതുക്കൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇപ്രാവശ്യം എവിടെയെങ്കിലും ഇവരുടെ അണ്ടറിൽ നിൽക്കണം. അതായത് രാഹുകേതുക്കളുടെ വലയത്തിൽ മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അതിനെ കാളസർപ്പയോഗം എന്ന് പറയുന്നു. അവരുടെ ഇതിൽ വലയത്തിൽ നിൽക്കണം, ഇങ്ങനെ ആ വലയത്തിൽ നിൽക്കുന്നത്. അതിനുള്ളിൽ ഈ രാഹുകേതുക്കളുടെ വലയത്തിനുള്ളിൽ അവരെ അടക്കി നിർത്തും, മറ്റ് ഗ്രഹങ്ങളെയൊക്കെ തടവിലാക്കും. രാഹുകേതുക്കൾ തടവിലാക്കി നിർത്തും. അതിനെയാണ് കാളസർപ്പയോഗം എന്ന് പറയുന്നത്. ജാതകത്തിൽ രാഹുകേതുക്കളുടെ സപ്തഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നതാണ് ഈ യോഗം. കാളസർപ്പയോഗം പലവിധമുണ്ട്. അനന്ത കാളസർപ്പയോഗം എന്നൊരു യോഗമുണ്ട്. അനന്ത കാളസർപ്പയോഗം, വാസുകി കാളസർപ്പയോഗം, ശംഖപാശ കാളസർപ്പയോഗം, തക്ഷക കാളസർപ്പയോഗം, പത്മകാളസർപ്പയോഗം, മഹാപത്മകാളസർപ്പയോഗം, കാർഗോടക കാളസർപ്പയോഗം. അങ്ങനെ പല വിധത്തിലുള്ള കാളസർപ്പയോഗം ഉണ്ട് ഒരു ജാതകന് വരാം. ഇത് വളരെ ആപത്തൊന്നും ഉണ്ടാക്കില്ല. ഇത് അങ്ങനെ നീ ഉദ്ദേശിക്കുന്നോട്ട് അത്ര വലിയ ആപത്തൊന്നും ഉണ്ടാക്കുന്ന യോഗമല്ല. എന്നാൽ ഇത് നമുക്ക് ദോഷമാണ് താൻ. പല ഉന്നതർക്കും ഉണ്ടായിട്ടുള്ള യോഗമാണ്. ഒരിക്കലും കാളസർപ്പയോഗം ഉണ്ടെന്ന് വെച്ച് കാളസർപ്പയോഗം മനുഷ്യൻ്റെ ആയുസ്സൊന്നും എടുക്കില്ല, എടുക്കില്ല. ചിലർക്ക് ബാല്യത്തിൽ ദുരിതങ്ങൾ വരാം, കുറച്ച് ദുരിതങ്ങൾ വരാം. 30-40 വയസ്സിനിടക്ക് മാറ്റം വരും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് 30 വയസ്സ് 40 വയസ്സിനിടക്ക് മാറ്റം വരും. ഗ്രഹങ്ങൾക്ക് ശുഭത്വം ഇല്ലാതെ വരുന്നവർക്കാണ് ദോഷം കൂടുന്നത്. ശുഭത്വമുള്ളവർക്ക് ഗുണമുണ്ടാവുകയും ചെയ്യും. ഗ്രഹങ്ങളുടെ ശുഭാശുഭങ്ങൾ പ്രകാരമാണ് ഇവരുടെ ഫലം കൂടുതലും കുറവായിട്ട് കിട്ടുന്നത്. കാളഹസ്തിയിലെ രാഹുകേതു പൂജ നല്ലതാണ്. എല്ലാവർക്കും അത് സാധിച്ചെന്നും വരില്ല. കാളഹസ്തി നമ്മൾ തിരുപ്പതിയിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കാളഹസ്തിയിലൊക്കെ പോകും ഇല്ലേ. കാളഹസ്തിയിൽ രാഹുകേതുക്കൾക്ക് പൂജയുണ്ട്. കേരളത്തിൽ അങ്ങനെയുള്ള പൂജയില്ല. വളരെ ഉണ്ടെങ്കിൽ തന്നെ പല ക്ഷേത്രത്തിലും പല അപൂർവമായിട്ടുള്ള പൂജ ഉണ്ടാവുള്ളൂ. പിന്നെ എൻ്റെ അറിവിൽ ഇതാണ് കാളസർപ്പയോഗത്തിന് ഏറ്റവും പ്രമാദമായിട്ടും ഏറ്റവും നന്നായിട്ടും ചെയ്യുന്ന ഒരു പൂജ അത് കാളഹസ്തിയിലാണെന്നാണ് അറിവ്. അപ്പം എല്ലാവർക്കും ഈ കാളസർപ്പയോഗം ഉണ്ടായെന്ന് വരില്ല. ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു. ഇവർ ശിവഭജനം നടത്തണം, ഓം നമ ശിവായ ചൊല്ലണം. ഓം നമ ശിവായ ചൊല്ലണം. ദിവസവും ഇത് ചൊല്ലണം. നാഗക്ഷേത്രങ്ങളിൽ പതിവായി ദർശനം നടത്തണം. ഈ കാളസർപ്പയോഗമുള്ളവർ നാഗക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തണം. രാഹുകേതുക്കളുടെ സ്തോത്രങ്ങൾ ചൊല്ലണം. ഈ രാഹുകേതുക്കളുടെ സ്തോത്രങ്ങൾ ഉണ്ടല്ലോ, അതൊന്ന് ചൊല്ലണം. സർപ്പഭയഹര യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ഗരുഡയന്ത്രം ഇവ ധരിക്കുന്നതും നല്ലതാണ്. സർപ്പഭയഹരയന്ത്രം ധരിക്കുന്നതും നല്ലതാണ്. ഗരുഡയന്ത്രം ധരിക്കുന്നതും നല്ലതാണ് ഈ കാളസർപ്പയോഗമുള്ളവർ. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.